എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകളല്ലേ. എന്നാൽ 99% ആളുകൾക്കും അറിയാത്ത വാട്സപ്പിലെ ഒരു ട്രിക്കാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഫോട്ടോസ് പിന്നെ വീഡിയോസ് ഒക്കെ അയച്ചു കൊടുക്കാറുണ്ടല്ലേ. എന്നാൽ നിങ്ങളത് ഡിലീറ്റ് ചെയ്താലും വാട്സപ്പ് ഒരിടത്ത് അത് തന്ത്രപരമായിട്ട് വാട്സപ്പ് ഒരിടത്ത് നിങ്ങളുടെ ഫോണിൽ തന്നെ സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അതങ്ങനെ സേവ് ചെയ്ത് വെക്കുമ്പോൾ നിങ്ങളുടെ വാട്സപ്പിന്റെ MB ഒക്കെ പെട്ടെന്ന് തീരാനുള്ള ചാൻസ് വരും. ഫോട്ടോസ് വീഡിയോസ് മാത്രമല്ല, നിങ്ങളുടെ വാട്സപ്പിലെ ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ നിങ്ങൾ സെൻഡ് ചെയ്ത കൂട്ടുകാർക്ക് കൊടുത്ത എല്ലാ ഇതും തന്നെ അങ്ങനെ അത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഡിലീറ്റ് ചെയ്താൽ നിങ്ങളുടെ വാട്സപ്പിൽ ഒരു വലിയ MB തന്നെ കിട്ടും. പലവർക്കും ഈ ഓപ്ഷൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ റെഡി ആക്കിയത്. അപ്പോൾ അത് എങ്ങനെയാണ് പെർമനന്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ദ ദേവഹരി യൂട്യൂബ് ചാനൽ. വീഡിയോ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാ പേജിൽ ഫോളോ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിൽ നിമിഷം കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ എന്താ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇപ്പോൾ 189 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഒരു സബ്സ്ക്രൈബേഴ്സും കൂടെ കൂടിയിട്ടുണ്ട്. തുടർന്നും ഇങ്ങനെ ഒരു സപ്പോർട്ടുകൾ ഉണ്ടായിരിക്കണം, ഇനിയും കൂടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ അറിയാതെ തന്നെ വാട്സപ്പ് തന്ത്രപരമായിട്ട് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്യുന്ന ഫോട്ടോകളും വീഡിയോകളും ഡോക്യുമെൻറ്റ്സും അങ്ങനെ എന്ത് തന്നെയായാലും വാട്സപ്പ് നിങ്ങളുടെ ഫോണിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ വാട്സപ്പിൽ ഒരു വലിയ MB തന്നെ കിട്ടും. അപ്പോൾ അത് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, അതെവിടെയാണ് കിടക്കുന്നത് എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പലർക്കും ഈ കാര്യം അറിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അതിനായിട്ട് നിങ്ങൾ ആദ്യം വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ആദ്യം ഞാൻ വാട്സപ്പിൽ എത്ര MB ആണ് ഉള്ളതെന്ന് കാണിച്ചു തരാം. ശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഞാൻ പെട്ടെന്ന് ഓട്ടിച്ചു. അപ്പോൾ ഞാനിപ്പോൾ 14 GB ഞാൻ വാട്സപ്പിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് 14 GB വീണ്ടും ഫ്രീ ആയിട്ട് വാട്സപ്പിലുള്ളൂ. ഇത്രയും നിങ്ങളെ ഇതിൽ കിടക്കുന്നുണ്ട്. വാട്സപ്പിൽ നിങ്ങൾ യൂസ് ചെയ്ത MB ആണിത്. നമ്മൾ പറഞ്ഞു തന്നതല്ല, നിങ്ങളെല്ലാവരും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഫോട്ടോസുകളും വീഡിയോസുകളും ഡോക്യുമെൻ്റ് ആയാലും വാട്സപ്പ് നിങ്ങളെ ഇത് സേവ് ചെയ്ത് വെക്കുന്നുണ്ടെന്നാണ് സത്യം, നിങ്ങളുടെ ഫോണിൽ തന്നെ. അത് എങ്ങനെയാണ് പെർമനൻ്റായിട്ട് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ തന്നെ വാട്സപ്പിൽ ഒരു വലിയ സ്റ്റോറേജിനെ കിട്ടും. അത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഒരു ആപ്ലിക്കേഷനൊന്നുമല്ല, എന്നാൽ ഇല്ലാത്തവർ ഇൻസ്റ്റാൾ ചെയ്യുക. ഒരു ഫയലിൽ പോയിട്ടാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ഒരു ഫയലിലാണുള്ളത്. എന്നിട്ട് ഫയൽസ് ബൈ ഗൂഗിൾ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇമ്പോൾട്ട് ആയിട്ട് എല്ലാ ഫോണുകളിലും ഉണ്ട്. ഇല്ലെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്താലേ ഞാൻ പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇമ്പോൾട്ട് ആയിട്ട് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും ഫയൽ മാനേജറൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ചെയ്താലും മതി. ഇത് കോമൺ ആയിട്ടുള്ള ഫയൽസാണ്. ചില ഫോണുകളിൽ ഇത് ഇമ്പോൾട്ട് ആയിട്ട് തന്നെ ഉണ്ട്. ഇല്ലാത്ത ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുക. വളരെ നല്ലൊരു ഫയൽ മാനേജർ തന്നെയാണ് ഗൂഗിളിൻ്റെ ഈ ഫയൽസ് ബൈ ഗൂഗിൾ. ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ വീഡിയോസും കാണാം. ഇവിടെ ഇൻ്റർണൽ സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക.
ശേഷം ഇവിടെ ആൻഡ്രോയിഡ് എന്ന ഫോൾഡർ കാണാൻ സാധിക്കും. അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ആൻഡ്രോയിഡ് എന്നൊരു ഫോൾഡർ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ രണ്ടാമത് മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ com.whatsapp.com എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ വാട്സപ്പ് എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ അവസാനം മീഡിയ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ വാട്സപ്പിൽ യൂസ് ചെയ്ത ലിങ്കുകളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത ഫോട്ടോസാണ് ഡിലീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ ആഡിയോസ് നിങ്ങൾ സെൻഡ് ചെയ്തത് ഇവിടെ വെറുതെ സേവായി കിടക്കുകയാണ്, ഒരു അത്യാവശ്യം ഇല്ലാത്ത. ഇവിടെ ഞാനിപ്പോൾ ആഡിയോസ് എടുക്കുകയാണ്. ആഡിയോസ് വാട്സപ്പ് ആഡിയോ ഞാൻ എടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന ആഡിയോകളാണ്. ഇനി നിങ്ങൾ സെൻഡ് ചെയ്ത ആഡിയോകൾ ഇതാ കിടപ്പുണ്ട്. ഇതിപ്പോൾ സെൻഡ് ചെയ്ത ആഡിയോകൾ ഇതിലില്ല, അതുകൊണ്ടാണ് ഇതിൽ ഇല്ല എന്ന് കാണിക്കുന്നത്. ഇനി സെൻഡ് ചെയ്ത ആഡിയോകളുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യമുള്ളതാണോ ഇല്ലാത്തതാണോ നോക്കിയിട്ട് അതിനെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുക. ഞാൻ വേറെ ഒരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് താഴോട്ടേക്ക് വന്നതിൽ വാട്സപ്പ് ആപ്പ് വീഡിയോ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഇത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന വീഡിയോസാണ്. ഇത് നിങ്ങൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത വീഡിയോസുകളാണ്. ഇത്രയും നിങ്ങളെ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത വീഡിയോസാണ്. ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വലിയ MB തന്നെ തിരിച്ച് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് വേറെ ഒരു ഇത് ഡിലീറ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിനായിട്ട് ഇവിടെ ഇത് മാത്രമല്ല, ഇവിടെ ഫോട്ടോസ് എല്ലാം തന്നെ ഇവിടെ കിടക്കുന്നതാണ്. ലിങ്ക് ഇവിടെ ഇപ്പം ലിങ്ക് ഇല്ല, ലിങ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ പലവർക്കും ഈ ഓപ്ഷൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇവിടെ ഡോക്യുമെൻ്റ് നിങ്ങൾ സെൻഡ് ചെയ്ത ഡോക്യുമെൻ്റ് ഇവിടെ കിടപ്പുണ്ട്. ഞാനിപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാൻ ഞാനിവിടെ വേണ്ടാത്ത ഡോക്യുമെൻ്റ് എല്ലാം ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഞാൻ അതല്ല ഡിലീറ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ നിങ്ങൾ സെൻഡ് ചെയ്ത എല്ലാ ഫോട്ടോസുകളും കാണും. ഞാനിപ്പോൾ ഈ ഗുളികയിലെ 2 ഫോട്ടോസ് പിന്നെ പേ ചെയ്തത് കുറേ ആവശ്യമില്ലാത്ത ഫോൾഡറുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ബട്ടൺ കാണും, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ അത് പോയിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിപ്പോൾ പോയിട്ടുണ്ട്, ട്രാഷിലാണ് പോയിട്ടുള്ളത്. അതിനായിട്ട് ഇവിടെ വ്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, വ്യൂ എന്ന്, അത് ക്ലിക്ക് ചെയ്യുക. അതിപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ 3 ലൈൻസ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ 3 ലൈൻസ് ബാക്ക് വന്നു കഴിഞ്ഞാൽ 3 ലൈൻസ്, ശേഷം ട്രാഷ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഞാൻ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ട്. അത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ പ്രസ് ചെയ്യുക. ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് പെർമനൻ്റ് കൊടുക്കുക. ഇത്രയും നിങ്ങൾ ആവശ്യമില്ലാത്ത ഇതുകൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വാട്സപ്പിൻ്റെ സ്റ്റോറേജ് വർദ്ധിക്കും. ഇപ്പോൾ നമുക്ക് വാട്സപ്പിൽ എത്ര മാത്രം സ്റ്റോറേജ് ലാഭിച്ചുള്ളതെന്ന് നോക്കാം. വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങൾ ഇവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യുക. ശേഷം മാനേജ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക.
ഇവിടെ ഇപ്പോൾ 14 GB ഇത് നേരത്തെ ആയിട്ടുള്ളൂ. ഇപ്പോഴും യൂസേജ് GB 14 ഫ്രീ. നമുക്ക് 13 MB തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഫോട്ടോകളും നിങ്ങൾ അങ്ങോട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത വീഡിയോകളും വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നതാണ്. ഇത് പലർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കിയത്. ഇത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാ തന്നെ ടെക്നോളജി വീഡിയോസിനും എല്ലാത്തിനും ദേഹാരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളം ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുകൊണ്ടുതന്നെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇത് ആർക്കും അറിയില്ലെന്നാണ് എൻ്റെ ഇത് ആർക്കും അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയത്. ഇനി ഞാൻ ഇങ്ങനത്തെ വീഡിയോസുകളും എല്ലാം ഇതായിട്ട് വന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലത്തെ എല്ലാ തരം ടെക്നോളജി വീഡിയോസും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനെങ്കിൽ അറിയാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാളം ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ. പിന്നെ വേറെ ഏതെങ്കിലും ഓപ്ഷൻ കൊടുത്തിട്ട് എൻ്റെ അടുത്ത് പറയില്ലേ നോട്ടിഫിക്കേഷൻ കാണില്ല ഒന്നും പറഞ്ഞില്ലെന്ന് ഈ ആൾ ബട്ടൺ തന്നെ കൊടുക്കണം. എങ്കിൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് നാളെ കാണാം. അതുവരെയും ബൈ.